Welcome to Statistical Mechanics. ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റൂൾസ് അനുസരിക്കുന്ന പാർട്ടിക്കിൾസിനെ ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് വിളിക്കാം. അത്തരം ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ കളക്ഷൻ, ഒരു ഗ്രൂപ്പ്, അതിനെ ക്വാണ്ടം സിസ്റ്റം എന്നും വിളിക്കാം. നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോൺസ്, മീസോൺസ് എന്നൊക്കെ പറഞ്ഞ്, ബാരിയോൺസ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രോൺസ് ലെപ്റ്റോൺസിൽ പെട്ടതാണ്. ഈ ഫോട്ടോൺ, അതുപോലെ ബാരിയോൺസ്, ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് അറ്റോമിക് സ്ട്രക്ചറിലും ന്യൂക്ലിയർ സ്ട്രക്ചറിലൊക്കെ വരുന്ന പ്രധാന പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇത് മൂന്നും ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്ന പാർട്ടിക്കിൾസാണ്. അതിനെ ഫെർമിയോൺസ് എന്ന് വിളിക്കും. ഇതിൻ്റെ എല്ലാം സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് ഇൻറ്റീജർ ആയിരിക്കും. 1/2, 3/2 എക്സെട്ര വരും. എന്നാൽ ഫോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ എല്ലാം സ്പിന്ന് ക്വാണ്ടം നമ്പർ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അത്തരം പാർട്ടിക്കിൾസിനെ, അത് ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അതിനെ നമ്മൾ ബോസോൺസ് എന്ന് വിളിക്കും. ഇതുകൂടാതെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സും ഇത് രണ്ടും അനുസരിക്കാത്ത പാർട്ടിക്കിൾസിൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള പാരാസ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ ഫെർമിയോൺസും ബോസോൺസിനെ പറ്റി ചില വിവരങ്ങൾ ഒന്ന് തരാനാണ് ഈ പോസ്റ്റിംഗ്. ഒരു സിസ്റ്റത്തിൽ പല ക്വാണ്ടം പാർട്ടിക്കിൾസ് ചേർന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് വേവ് ഫങ്ഷൻ നമ്മൾ ഉണ്ടാക്കും. ആ വേവ് ഫങ്ഷൻ്റെ ഫോം സൈ R1, R2, etc. R1 എന്ന് പറഞ്ഞാൽ is position vector of the first particle, R2 is the position vector of the second particle, and so on. So the wave function of a system containing many identical particles is of the form psi R1, R2, etc., where R1, R2, etc. represent position vectors of the first, second, etc. particles in the system. The basic assumption is that if the particles are identical, the interchange of any pair of the particles in the system will leave the wave function unchanged except for the sign, which may or may not change. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ ഇരിക്കുന്നിടത്തോട്ട് സെക്കൻഡ് പാർട്ടിക്കിളും ആ സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനിലും വരികയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് വേവ് ഫങ്ഷന് ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ പാർട്ടിക്കിൾസ് ഐഡൻറ്റിക്കൽ ആയിരിക്കണം. വേവ് ഫങ്ഷന് ചേഞ്ചൊന്നും വരില്ല, പക്ഷേ സൈൻ പ്ലസ്സോ മൈനസോ ആവാം. അത് സൈൻ ചേഞ്ച് ചെയ്യാതിരിക്കാം, അല്ലെ സൈൻ ചേഞ്ച് ചെയ്യാം. സൈൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സിമെട്രിക് വേവ് ഫങ്ഷൻ എന്ന് വിളിക്കും. സൈനിനെ മാറുന്ന ഓപ്പോസിറ്റ് ആകുന്നെങ്കിൽ അതിനെ ആൻറ്റി സിമെട്രിക് എന്ന് പറയും. ഇനി പാർട്ടിക്കിൾസ് ഓഫ് ഇൻറ്റീജർ സ്പിൻ, അതായത് സ്പിന്ന് ഒരു നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എച്ച് കട്ട, h/2π. അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കിളിൻ്റെ സ്പിന്ന് NH കട്ട്, where n equals 0, 1, 2, 3, etc. integers
have the wave function for which positive sign holds. അതായത് വേവ് സ്പിൻ ക്വാണ്ടം നമ്പർ n 0, 1, 2 എക്സെട്ര അങ്ങനെ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ അതിൻ്റെ വേവ് ഫങ്ഷൻ പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിളുടെ സ്ഥാനത്ത് മറ്റൊരു പാർട്ടിക്കിൾ ഇത് അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുകയാണെങ്കിൽ സൈൻ വേവ് ഫങ്ഷൻ മാറുന്നില്ലെന്ന് മാത്രമല്ല സൈനും മാറുന്നില്ല. അത് സിമെട്രിക് സിസ്റ്റം അല്ലെ സിമെട്രിക് വേവ് ഫങ്ഷൻ എന്ന് പറയാം. ഇത്തരം പാർട്ടിക്കിൾസ് ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അനുസരിക്കുക. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ഇൻറ്റീജർ സ്പിന്നിൻ്റെ ആംഗുലാർ മൊമെൻ്റ് n എക്സെട്ര where n equals 0, 1, 2, 3 etc. have a wave function for which positive sign holds. They obey Bose-Einstein statistics and are called bosons. ഫോട്ടോൺസ്, മീസോൺസ്, ഇത് ഫോട്ടോൺസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ 1 മീസോൺസിൻ്റെ 0യുമാണ്. ഞാൻ എലമെൻ്ററി പാർട്ടിക്കിൾസ് കുറച്ച് പോസ്റ്റിങ്സ് പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, പരിശോധിച്ച് നോക്കുക. ഇനി n+12 into h cut where n equals 0, 1, 2 etc. ഇങ്ങനെയാണ് പാർട്ടിക്കിളിൻ്റെ സ്പിൻ വരുന്നതെങ്കിൽ they obey Fermi-Dirac statistics and are called fermions. പൊതുവെ ലെപ്റ്റോൺസിൽ പെട്ടത് ഇലക്ട്രോണൊക്കെ, leptons and baryons, they have negative sign. ഇത്തരം വേവ് പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫങ്ഷൻ പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ അങ്ങ് നെഗറ്റീവ് ആകും. ഇനി wave functions are symmetric with respect to interchange of two bosons and anti-symmetric with respect to interchange of two fermions. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സാണ്. ആസ് എ കോൺസിക്വൻസ് ഓഫ് ആൻറ്റി-സിമെട്രി ഓഫ് ഫെർമിയോൺസ്, അപ്പോൾ ഫെർമിയോൺസിൻ്റെ വേവ് ഫങ്ഷൻ ആൻറ്റി-സിമെട്രിക്കാണ്, ബോസോൺസിൻ്റെ സിമെട്രിക്കുമാണ്, സൈൻ ചേഞ്ച് ചെയ്യില്ല by interchange of particles. അപ്പോൾ as a consequence of the anti-symmetry of fermions, fermion wave functions, no two fermions may possess identical sets of quantum numbers. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി-സിമെട്രിക് വേവ് ഫങ്ഷനുള്ള ആണ് ഫെർമിയോൺസ്. അവിടെ രണ്ട് ഫെർമിയോൺസിന് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഫോം ഉണ്ടാവാൻ പറ്റില്ല. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ സ്ട്രക്ചറിലൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലനേഷനും ഒക്കെ വേണ്ടിയാണ് ഈ സ്പിന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്പിന്നിനെ പറ്റിയൊക്കെ നേരത്തെ ഞാൻ പല പോസ്റ്റിങ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ടു ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ സിസ്റ്റം ഒന്ന് കൺസിഡർ ചെയ്യുന്നു. രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ r1, അതിൻ്റെ വേവ് ഫങ്ഷൻസ് psi a r1. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ r2, അതിൻ്റെ വേവ് ഫങ്ഷൻ psi b r2. എയും ബിയും A and B represent sets of quantum numbers of the two particles. ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് വരുന്ന ക്വാണ്ടം നമ്പേഴ്സാണ് എയും ബിയും. എങ്കിൽ ഇത് ഈ രണ്ട് പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് psi b r1 psi a r2 എന്ന് വരും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം. മാറുന്നെങ്കിൽ അത് ആൻറ്റിസിമെട്രിക്കും, മാറുന്നില്ലെങ്കിൽ സിമെട്രിക്കും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ക്വാണ്ടം നമ്പർ സൈ സിമെട്രിക് എന്നർത്ഥം psi a r2 psi b r1, പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് മാറ്റി, പ്ലസ് psi a r1 psi b r2.
സൈൻ ഇവിടെ പ്ലസ് തന്നെയാണ്, സൈൻ മാറിയിട്ടില്ല. ബൈ എൻ, വേർ എൻ ഈസ് നോർമലൈസേഷൻ ഫാക്ടർ. അത് സാധാരണ ഇവിടെ ഇപ്പോൾ 1/√2 ആണ് വരിക. അതിപ്പോൾ നമുക്ക് എന്നെ നിട്ടാൽ മതി. ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇൻ്റർചേഞ്ച് മൂലം കണക്കിലെടുത്താൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ ആൻറ്റിസിമെട്രിക് സൈ എ ഈക്വൽ സൈ എ R2 psi b R1 minus psi a R1 psi b R2 by n, where n is the normalization factor. അത് ഇവിടെ ഇപ്പോൾ √2 ആണ്. If a and b are identical, എയും ബിയും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഈ രണ്ട് ടേമും ഈക്വലാണ്. അങ്ങനെയുണ്ട്. ഇത് സൈ എ അങ്ങ് 0 ആകും. വേവ് ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. പിന്നെ ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല. അതിൻ്റെ അർത്ഥം എയും ബിയും തുല്യമാവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ഐഡൻറ്റിക്കൽ, psi a will vanish and so the wave function psi a is unacceptable. എയും ബിയും ഒന്നും ആകാൻ പറ്റില്ല, ഐഡൻറ്റിക്കൽ ആവാൻ പറ്റില്ല. ഇത് തന്നെയാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രൂഫായിട്ട് ഇത് എടുക്കാം. ഇനി ക്ലാസിഫൈ ഇൻറ്റു ബോസോൺസ് ആൻഡ് ഫെർമിയോൺസ് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ 2He4 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഈ പ്രോട്ടോണും ന്യൂട്രോണും ഫെർമിയോൺസാണ്. അപ്പോൾ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ 1/2. അപ്പോൾ ഈ ആൽഫയുടെ സ്പിൻ എന്ന് പറയുന്നത് 2 പ്രോട്ടോൺസ് 2 ഇൻറ്റു ക്വാണ്ടം നമ്പർ ഒരെണ്ണത്തിൻ്റെ 1/2 പ്ലസ് ഓർ മൈനസ് 2 ന്യൂട്രോൺസ് 2 ഇൻറ്റു 1/2, ദറ്റ് ഈസ് 1 പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 2 അല്ലെ 0. 2ഉം 0യും സ്പിൻ ക്വാണ്ടം നമ്പർ വന്നാൽ അത് ബോസോൺസാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ പ്രോട്ടോണും ന്യൂട്രോണും ഫെർമിയോൺസ് ആണെങ്കിലും അത് ചേർന്നുണ്ടാവുന്ന ആൽഫ പാർട്ടിക്കിൾസ് ആർ ബോസോൺസ് ബിക്കോസ് സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ആൻ ഇൻറ്റീജർ. ഇതുപോലെ സിംഗ്ലി അയണൈസ്ഡ് ലിഥിയം 3,6, ഇവിടെ 3 പ്രോട്ടോൺസ് ഉണ്ട്, 3 ന്യൂട്രോൺസ് ഉണ്ട്. പൊതുവെ ന്യൂട്രൽ ലിഥിയം ആറ്റമാണെങ്കിൽ 3 ഷെൽ ഇലക്ട്രോൺസ് വരണം. പക്ഷേ സിംഗ്ലി അയണൈസ്ഡ് ആകുമ്പോൾ ഓരോ ഇലക്ട്രോൺ നമ്മൾ പുറത്ത് മാറ്റി എടുത്ത് കളഞ്ഞു, പോയിട്ട് 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ലിഥിയം സിംഗ്ലി അയണൈസ്ഡ് ലിഥിയം 3,6 എന്ന് പറയുമ്പോൾ അതിലുള്ള ഫെർമിയോൺസ് 3 പ്രോട്ടോൺസ് പ്ലസ് 3 ന്യൂട്രോൺസ് പ്ലസ് 2 ഇലക്ട്രോൺസ്, 3 3 6 2 8. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസാണ് വരുന്നത്, 8 ഫെർമിയോൺസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഇലക്ട്രോണിൻ്റെ 1/2 ആ സ്പിൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് വന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യുന്ന കോമ്പിനേഷൻ അതിൻ്റെ ക്വാണ്ടം നമ്പർ ഒരു ഇൻറ്റീജർ ആകും. അപ്പോൾ ഇൻറ്റഗ്രൽ സ്പിന്നാണ് ഈ ലിഥിയം 3,6 സിംഗ്ലി അയണൈസ്ഡ് ലിഥിയം 3,6 വരിക. അപ്പോൾ ലിഥിയം 3,6 ഒരു ബോസോണാണ്, ബിഹേവ്സ് ലൈക്ക് ബോസോൺ ലിഥിയം 3,6. ഒരു സിംഗ്ലി അയണൈസ്ഡ് ലിഥിയം 3,7 എടുത്ത 3 പ്രോട്ടോൺ, മാസ് നമ്പർ 7 ആകുമ്പോൾ ബാക്കി 4 ന്യൂട്രോൺ പ്ലസ് 3 ഇലക്ട്രോൺ വരേണ്ടത്. പക്ഷേ ഒരു സിംഗിൾ അയണൈസ്ഡ് ആകുമ്പോൾ ബാക്കി 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 3 പ്രോട്ടോൺസ് പ്ലസ് 4 ന്യൂട്രോൺസ് പ്ലസ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ മൊത്തം ഇവിടെ 4 3 7 2 9 ഓഡ് നമ്പർ ഓഫ് ഫെർമിയോൺസ് ആ ടോട്ടൽ ഇവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ആ സിസ്റ്റത്തിൻ്റെ ഒരു ഓഡ് നമ്പർ 1/2 വരുന്ന ഹാഫ് ഇൻറ്റഗ്രലായിരിക്കും ഉറപ്പാണ്. കാരണം 4 + 3 + 2 9. 9ൻ്റെ കൂടെ ഈ 1/2 ചേർത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഹാഫ് ഇൻറ്റിജർ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ലിഥിയം 3,7 സിംഗ്ലി അയണൈസ്ഡ് ലിഥിയം എന്ന് പറയുന്നത് ഒരു ഫെർമിയോണാണ്. ഇതുപോലെ ഏത് പാർട്ടിക്കിളിൻ്റെ നിങ്ങൾക്ക് ചോദിച്ചാൽ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മെക്കാനിക്സിൽ കൂടുതൽ തെർമോഡൈനാമിക്സിലേക്ക് കടക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്
ഇടയ്ക്ക് മറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻസ് ആൻഡ് സോ ഓൺ ഇതെല്ലാം പുറകെ വരും. താങ്ക് യു.